Hi friends, we back and more പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഓണസദ്യയിലേക്ക് കടക്കാം. ഓണം അടുത്തല്ലോ. ചെറുപ്പത്തിലെ ഓണമല്ല ഞാൻ ആറന്മുളയിലാണ് ആഘോഷിച്ചിരുന്നത്. കാരണം എൻ്റെ അമ്മ വീട് ആറന്മുളയിലാണ്. ആറന്മുളയിലെ ഓണം തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിൽ തുടങ്ങി അവിടെ തന്നെയാണ് അവസാനിക്കുന്നത്. സാധാരണ എല്ലായിടത്തും തിരുവോണം കഴിയുമ്പോൾ ഓണം അവസാനിക്കും. പക്ഷേ ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളിയും കഴിഞ്ഞിട്ടാണ് ഓണം അവസാനിക്കുന്നത്. പല നാടുകളിൽ താമസിച്ച് പല സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിലും ആറന്മുളയിലെ ഓണസദ്യയുടെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അമ്മ പഠിപ്പിച്ച ആറന്മുളയിലെ ഓണസദ്യയുടെ ടേസ്റ്റാണ്. നമ്മൾ ആദ്യം ഇലയിടുമ്പോൾ വിളമ്പുന്നത് പച്ചടിയാണല്ലോ. അപ്പോൾ നമുക്ക് പച്ചടി തൊട്ട് തുടങ്ങാം. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഉപ്പേരിയും ശർക്കര വരട്ടിയും കളിയോടക്കയും ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ നിന്ന് എടുത്താൽ മതി. അവിയലിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ആറന്മുള സദ്യ സ്പെഷ്യൽ അവിയൽ ഈ വട്ടം ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണസദ്യ സീരീസ് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല, ലേശം തരിതരിയായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് ചതച്ചെടുക്കുകയാകാവൂ. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ച ശേഷം കടുക് ചേർത്ത് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ നാടൻ കറികൾക്കെല്ലാം അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഒരല്പം കുറച്ച് വെക്കുകയാണേ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഒരു 4-5 ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഞെരടി ഇട്ട് കൊടുക്കുകയാണേ. ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലോണം ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തൈര് ഞാൻ വെള്ളം ചേർക്കാതെ നല്ലോണം ഉടച്ചെടുത്തതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരല്പനേരം പോലും തീയിൽ വെക്കാൻ പാടില്ല. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. പച്ചടി തീരെ നേർത്ത് പോയി എന്ന് വിചാരിക്കേണ്ട. ഇത് ഇരുന്ന് തണുക്കുമ്പോൾ കട്ടിയാവും. അപ്പം നമ്മുടെ ഈസി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ പച്ചടി ട്രൈ ചെയ്ത് നോക്കണം. റിവ്യൂസ് അറിയിക്കാൻ മറക്കരുത്. മറ്റ് ഓണ വിഭവങ്ങളുമായി നമുക്ക് പുറകെ കാണാം. താങ്ക്